ഹലോ ഫ്രണ്ട്സ്, വിബേക് ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറന്മുള സദ്യ സീരീസിലെ നമ്മുടെ അടുത്ത വിഭവം ക്യാബേജ് തോരനാണ്. സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സദ്യ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട കേട്ടോ. ഇത് ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ മൂത്ത് തുടങ്ങി. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നൊരൽപ്പം ഇട്ട് കൊടുക്കാം. നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് കിട്ടും. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണേ. കൂട്ടത്തിൽ കറിവേപ്പില ഞെരടിയതൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 കിലോ ക്യാബേജ് ഉണ്ട്. പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ക്യാബേജിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റാം. ഞാനിനി തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതൊരു നല്ല തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട്. 1 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങ നിങ്ങൾ ഗ്രൈൻഡറിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം. അന്നേരം അത് സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ മഞ്ഞൾപ്പൊടി വഴറ്റുമ്പോൾ എണ്ണയ്ക്കകത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരന് നല്ല കളർ കിട്ടും. അമ്മ ഇവിടെ തേങ്ങ വളരെ പൊടിയായിട്ട് തിരുമ്മി എടുത്തതുകൊണ്ട് അത് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. തോരനകത്തിൽ നമ്മൾ ചുവന്ന മുളക് ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങയും എണ്ണയും ഒക്കെ കുറച്ചധികമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് സദ്യ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ തോരനൊന്ന് പൊത്തി വെച്ച് ആവി കയറ്റാം. റെഡിയാകാൻ അധികം സമയമൊന്നും എടുത്തില്ല. 10 മിനിറ്റിൽ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണമൊക്കെ വരുന്നുണ്ട്. ഉപ്പ് നമുക്ക് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുകയാണ്. ഇനി നമുക്കിത് ചൂടോടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ആറന്മുള സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു സദ്യ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്